ഫ്രണ്ട്സ്, ഇന്നത്തെ വർക്ക് കാണാൻ മുഞ്ചുള്ള ഒരു 2.1 ആംപ്ലിഫയർ ആണ്. ആഡിയോ ഇല്ല, ഹമ്മിങ് ആയിട്ട് കിട്ടിയ ഒരു വർക്കാണ്. കോമൺ ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ് ഇത്. സെറ്റായാലും അത് യൂസ് ചെയ്തിരിക്കുന്ന ഓഡിയോ ഐ സി TDI 2030 ആയാലും TDI 2050 ആയാലും അല്ലെങ്കിൽ 4440 ആയാലും കുറച്ച് നാൾ കഴിയുമ്പം ഇതുപോലെ ബേണായിട്ട് ചിലപ്പോൾ ആഡിയോ മൊത്തത്തിൽ ബാധിക്കാം. ചിലപ്പോൾ 1-2 IC, ചിലത് ഫുള്ളേ പോകും. അതൊക്കെ പല രീതിയിലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഓണാക്കുമ്പോൾ തന്നെ ഓഡിയോ ഒന്നും കൊടുക്കാതെ തന്നെ നമ്മൾ ICയിൽ ബാക്കിൽ ഭാഗത്ത് തൊട്ട് നോക്കണം. അപ്പം പെട്ടെന്ന് ചൂടാവുക അല്ലെങ്കിൽ ഓവർ ഹീറ്റായിട്ട് വരിക, അങ്ങനെയുള്ള കേസൊക്കെ പെട്ടെന്ന് ഷോർട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൂടാതെ ചില 4440 സൈലൻ്റായിട്ട് ഡെഡ് ആവാറുണ്ട്. ചിലപ്പോൾ ഓവർ ഹീറ്റ് ആവത്തില്ല, പക്ഷേ വർക്കിംഗ് ആയിരിക്കത്തില്ല, അങ്ങനെ കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ 4440 കൂടാതെ സപ്പോർട്ടിങ്ങിന് VCC കൊടുക്കുന്ന റെസിസ്റ്റർ കൂടി വേണമായിട്ടുണ്ട്. സപ്ലൈ കൊടുക്കുന്ന റെസിസ്റ്റർ അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആവുന്ന റെസിസ്റ്റർ, ഇതൊക്കെ ഇടേണ്ട മെത്തേഡ് സെറ്റിൽ കൊടുത്തിരിക്കുന്നത് റോങ് ആയിരുന്നു. കാരണം ചൂടാവുക അല്ലെങ്കിൽ സപ്ലൈ കൊടുക്കുന്ന ഇങ്ങനെയുള്ള റെസിസ്റ്റർ ഹീറ്റിംഗ് ഒക്കെ ഉള്ളത് നമ്മൾ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ബോർഡിൽ നിന്ന് പൊക്കി നിർത്തണം. അങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ട മെത്തേഡ്. കൂടാതെ നമ്മൾ പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളിപ്പം IC ബേണായിട്ടുള്ളത് ഫുള്ള് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഓരോന്ന് റിമൂവ് ചെയ്താലോ പുതിയത് ഇടുന്നതിന് മുന്നേ നമ്മൾ VCC എന്ന് വെച്ചാൽ B+ സപ്ലൈ വോൾട്ടേജ് ഒക്കെ ഫുള്ളും ചെക്ക് ചെയ്ത് കൂടുതലാണോ എന്നൊക്കെ കൺഫേം ചെയ്യണം. അതിനുശേഷം സപ്പോർട്ടിങ് കമ്പോണൻ്റായ റെസിസ്റ്റർ ഡയോഡൊക്കെ പോയിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം പുതിയ IC ഇടാവൂ. പിന്നെ നല്ലതുപോലെ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഇട്ടതിന് ശേഷം ഹീറ്റ് സിങ്ക് പ്ലേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് സെറ്റാക്കുക. സെറ്റിൽ 3 പുതിയ ഓഡിയോ IC ഞാൻ ആഡ് ചെയ്തു. കൂടാതെ സപ്പോർട്ടിംഗ് കമ്പോണൻ്റായ റെസിസ്റ്റർ കൂടി മാറ്റി. പക്ഷേ സീൻ ഇവിടെ തീരുന്നില്ല. സെറ്റ് ഓണാക്കിയതിന് ശേഷമാണ് അടുത്ത ഇഷ്യൂ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. വോൾട്ടേജ് എല്ലാം ചെക്ക് ചെയ്ത് റെസിസ്റ്റർ മാറ്റി ആംപ്ലിഫയർ സെക്ഷൻ ഓക്കെ ആക്കി. 2 ഔട്ട്പുട്ട് വർക്കിംഗ് ആണ്, പക്ഷേ സബ് കിട്ടുന്നില്ല. സബ് കിട്ടാനുള്ള മെയിൻ കാരണം ഓപ്പറേഷൻ ആംപ്ലിഫയർ സെക്ഷൻ നോക്കണം. അത് കംപ്ലൈൻ്റ് ആയാലും എന്ന് വെച്ചാൽ ഓപ്പ് ആംപ് IC കംപ്ലൈൻ്റ് ആയാലും ഔട്ട്പുട്ട് കിട്ടാതെ വരാം. ചിലപ്പോൾ ഹമ്മിങ് നിൽക്കും. ഉള്ള വോൾട്ടേജും ചെക്ക് ചെയ്ത് പുതിയ IC ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെക്ക് ചെയ്ത് നോക്കാം.